നമസ്കാരം. വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകന്റെ ദേശീയതയെ ചോദ്യം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ട്രംപിന്റെ ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ മാധ്യമപ്രവർത്തകൻ ഒരുങ്ങുന്നതിനിടയിലാണ് ട്രംപിന്റെ അപ്രതീക്ഷിത ഇടപെടലുണ്ടായത്. താങ്കൾ ഇന്ത്യയിൽ നിന്നാണോ എന്നും ജർമ്മനിയിൽ നിന്നാണെന്നാണ് താൻ കരുതിയതെന്നും ട്രംപ് മാധ്യമപ്രവർത്തകനോട് പറഞ്ഞു. താൻ ഇന്ത്യയിൽ നിന്നുള്ള ആളാണെന്ന് റിപ്പോർട്ടർ വ്യക്തമാക്കിയതോടെ താൻ വെറുതെ തമാശ പറഞ്ഞതാണെന്നും കണ്ടാൽ സിനിമയിലെ കഥാപാത്രത്തെ പോലെയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വിവാദ പരാമർശത്തിന് ശേഷം മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ട്രംപ് കൃത്യമായ മറുപടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഉറ്റ സുഹൃത്താണെന്നും തങ്ങൾ തമ്മിൽ മികച്ച കെട്ടുറപ്പുള്ള ബന്ധമാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായിട്ടുള്ള സാധ്യമായ വ്യാപാര കരാറിൽ ട്രംപ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മുൻകാലങ്ങളിൽ ഇന്ത്യ അമേരിക്കയെ വലിയ തോതിൽ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും വലിയ നികുതി ചുമത്തിയിട്ടും ഒന്നും തിരികെ നൽകിയിരുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണെന്നും ഇന്ത്യയുമായിട്ടുള്ള സാമ്പത്തിക ബന്ധത്തിൽ നിന്ന് അമേരിക്ക വലിയ തുക സമ്പാദിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയ ട്രംപ് ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ പുതിയ വ്യാപാര കരാറിലെത്തുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം ഇന്ത്യൻ മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അമേരിക്കക്കാർ ഒരു കോമാളിയെയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തതെന്നും ട്രംപിൽ നിന്ന് ഇത്തരം വംശീയ അധിക്ഷേപങ്ങൾ നിറഞ്ഞ പ്രസ്താവനകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നുമാണ് ഓൺലൈനിൽ ഉയരുന്ന പ്രധാന വിമർശനങ്ങൾ. ഉയർന്ന തലത്തിലുള്ള വംശീയതയാണ് ട്രംപ് കാട്ടിയതെന്നും പലരും കുറിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള 60 ആഗോള സമ്പദ് വ്യവസ്ഥകളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 12.5% അധിക നികുതി ചുമത്താൻ ട്രംപ് ഭരണകൂടം നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയതെന്നത് ശ്രദ്ധേയമാണ്. പുതിയ നികുതി നിർദ്ദേശങ്ങൾ നിലനിൽക്കുമ്പോഴും വാഷിംഗ്ടണും ഡൽഹിയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ സമീപ ആഴ്ചകളിൽ അതിവേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് ഇനി പരിഹരിക്കാനുള്ളതെന്നും കരാറിന്റെ ആദ്യഘട്ടം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ശേഷിക്കുന്ന വിശദാംശങ്ങൾ കൃത്യമായി ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകളിലാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നേരത്തെ മോദിയെ പുകഴ്ത്തിയും ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്ന സൂചന നൽകിയുമായിരുന്നു ട്രംപ് സംസാരിച്ചത്. പ്രധാനമന്ത്രി ഇഷ്ടമാണെന്നും മോദിയുമായി നല്ല സൗഹൃദമാണെന്നുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. എനിക്ക് പ്രധാനമന്ത്രിയെ ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. ഞങ്ങൾ നല്ല നിലയിലാണ് പോകുന്നത്. ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്നും ട്രംപ് പറഞ്ഞു. മുൻകാലത്തെ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ ഇന്ത്യ US വ്യാപാര കരാർ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇന്ത്യ US മുതലെടുത്തു. US മേൽ വലിയ താരിഫ് ചുമത്തി. ഇത് തിരിച്ച് ഇന്ത്യയെ മുതലെടുക്കാനുള്ള സമയമാണെന്നും വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. വർഷങ്ങളോളം ഇന്ത്യ US ചൂഷണം ചെയ്യുകയായിരുന്നു. അവർ ഞങ്ങൾക്ക് മേൽ ഭീമമായ നികുതികൾ ചുമത്തുകയും ഒന്നും നൽകാതിരിക്കുകയും ചെയ്തു. ഇപ്പോൾ അത് കൃത്യം വിപരീതമായി മാറിയിരിക്കുന്നു. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ ഒരു കരാറിലെത്തുമെന്നുമായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തിയ US സംഘം ചർച്ചകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനും നിലനിൽക്കുന്ന വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള തീവ്ര ശ്രമങ്ങൾക്കിടയിലായിരുന്നു ട്രംപിൻ്റെ ഈ പ്രസ്താവന. വ്യാപാര കരാറിന്റെ ഭാഗമായി 4 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ US ഉന്നതതല ചർച്ചകൾ ന്യൂഡൽഹിയിൽ സമാപിച്ചു. US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ചീഫ് നെഗോഷിയേറ്ററുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ത്യൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. ചരക്ക് വ്യാപാരം, കസ്റ്റംസ് നടപടികൾ, സാമ്പത്തിക സുരക്ഷാ സഹകരണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. ചർച്ചകൾ വളരെ പുരോഗമനപരമായിരുന്നുവെന്നും ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ ഇടക്കാല വ്യാപാര കരാർ ഉടൻ ഒപ്പുവെക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.